ഈ കഥ ഒരുപാട് പഴയ കഥയാണ്. എന്നാലും നമുക്കൊരിക്കൽ കൂടി കേട്ടാലോ? പൂച്ചയ്ക്കാരും മണികെട്ടും. ഒരു മില്ലിൽ കുറേ എലികൾ പാർത്തിരുന്നു. ഗോതമ്പും അരിയും ധാരാളം സ്റ്റോക്കുണ്ടവിടെ. എലികൾ പട്ടിണി എന്തെന്നറിയാതെ അവിടെ കഴിച്ചുകൂട്ടി. നൂറുകണക്കിന് എലിക്കുടുംബങ്ങൾ അവിടെ വർഷങ്ങളായി ജീവിച്ചു പോരുന്നുണ്ട്. ആ മില്ല് എലികളുടെ സ്വന്തം നഗരം പോലെയായിരുന്നു. എലികളുടെ ക്ഷേമം നാടിന് ക്ഷാമമാണല്ലോ. അങ്ങനെ നാട്ടിൽ ധാന്യങ്ങൾക്ക് വില കൂടി. അതോടെ മില്ലുടമ മില്ലിൽ ഒരു പൂച്ചയെ കൊണ്ടുവന്ന് വളർത്തി. പൂച്ച ദിവസേന 5ഉം 6ഉം എലികളെ കൊന്ന് തിന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ പോയാൽ എലികളുടെ സംഖ്യ വളരെ കുറയുമെന്ന് ബുദ്ധിജീവികളായ ചില എലികൾ കണ്ടെത്തി. അവർ ഒരു യോഗം വിളിച്ചുകൂട്ടി. എലികളുടെ ഒരു വിമോചന സമര കമ്മിറ്റി ഉണ്ടാക്കി. എലികളുടെ യോഗത്തിൽ അധ്യക്ഷൻ എലി പ്രശ്നം അവതരിപ്പിച്ചു. പൂച്ച എന്ന വർഗശത്രുവിനെ പരാജയപ്പെടുത്താൻ വേണ്ടത് ഉടനെ ചെയ്യണം. അദ്ദേഹം എലിവർഗത്തെ ഉത്ബോധിപ്പിച്ചു. ഉടനെ ചെറുപ്പക്കാരനായ ഒരു എലി എഴുന്നേറ്റു നിന്നു. അവനിങ്ങനെ പ്രസംഗിച്ചു: മാന്യ സുഹൃത്തുക്കളെ, പൂച്ചയുടെ ആക്രമണം, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതിൽ നിന്നും നാം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള ഉപായം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ കമ്മിറ്റിക്കാർ വലിയ ആശ്വാസത്തോടെ ചെവി വട്ടം പിടിച്ചിരുന്നു. ചെറുപ്പക്കാരൻ എലി തുടർന്നു: പൂച്ച ശബ്ദമില്ലാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തത്. അതിനാൽ പൂച്ച വരുമ്പോൾ ശബ്ദമുണ്ടാകുന്നതിന് ഒരു സംവിധാനം നാം ഉണ്ടാക്കണം. പൂച്ചയുടെ കഴുത്തിൽ ഒരു മണി കെട്ടണം. അപ്പോൾ അവൻ വരുമ്പോൾ മണി കിലുങ്ങും, ശബ്ദമുണ്ടാകും, നമുക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യാം. നല്ല ഉപായം, നല്ല ഉപായം! കമ്മിറ്റി അംഗങ്ങളിൽ പലരും ഒരേ ശബ്ദത്തിൽ ആർത്തു വിളിച്ചു. കമ്മിറ്റിയിൽ പിന്നെയും പലരും പ്രസംഗിച്ചു. മണി കെട്ടുക എന്ന ആശയം അവതരിപ്പിച്ച മാന്യ എലിയെ എല്ലാവരും അനുമോദിച്ച് പ്രസംഗിച്ചു. അധ്യക്ഷൻ ഉപസംഹാര പ്രസംഗത്തിന് എഴുന്നേറ്റു. അപ്പോൾ അതുവരെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ഒരു വയസ്സൻ എലി എഴുന്നേറ്റു നിന്നു. അദ്ദേഹം ചോദിച്ചു: ആരാണ് പൂച്ചക്ക് മണി കെട്ടുക? കമ്മിറ്റിക്കാർ നിശബ്ദരായി. ആരും പിന്നെ സംസാരിച്ചില്ല. അവർ ഓരോരുത്തരായി യോഗത്തിൽ നിന്നും പിരിഞ്ഞു. എല്ലാവരും പോയപ്പോൾ അധ്യക്ഷനും യാത്രയായി. വയസ്സൻ എലിയും തൻ്റെ മാളത്തിലേക്ക് മടങ്ങി. പ്രസംഗം എളുപ്പമാണ്, അത് പ്രവൃത്തിയിൽ വരുത്താൻ പ്രയാസമാണ്.